ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 11 മണി, രാവിലെ ഒരു 11 മണി മുതൽ ഉച്ച വരെയുള്ളൊരു വ്ളോഗേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മീനൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ വന്നേ പിന്നെ നല്ല മീൻ കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളൊരു കരിമ്പിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് കുടിച്ച് തണുപ്പിച്ചിട്ട് നേരെ മീൻ മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് മീൻ മേടിക്കാൻ പോകുന്നത്. അതായത് എന്നും മേടിക്കുന്നിടത്തു നിന്നല്ല ഇന്ന് മേടിക്കുന്നത്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതിന് തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റ്, ഇതിൻ്റെ അപ്പുറത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. കുഞ്ഞ് ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് അങ്ങ് കുടിച്ചു. ഭയങ്കര ദാഹം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ചൂടല്ലേ, ഇവിടുത്തെ ചൂട് ഭയങ്കര ചൂടാണ്. ഞങ്ങൾ ഈ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്, പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്നാണ് മീൻ മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ വേറെ ഏതോ ഒക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവളെ സൈഡിൽ തന്നെ ഇവർ മീനും വെട്ടുന്നുണ്ട്. അപ്പോൾ 1 കിലോ മീൻ വെട്ടുന്നതിന് 20 രൂപ, അങ്ങനെ 1 കിലോ ആണെന്നുണ്ടെങ്കിൽ 40 രൂപ അങ്ങനെ. അപ്പോൾ നമ്മൾ വേറെ വേറെ മേടിക്കുവാണെങ്കിലും ഓരോന്നിനും സെപ്പറേറ്റാണ് വില വരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച മീൻ. ഇത് വറ്റക്കുഞ്ഞും പിന്നെ കൊഞ്ചും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വാങ്ങുകയും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേസ്റ്റ് എടുക്കാൻ അവിടെ തന്നെ ആൾക്കാർ വരും. അതിന് അവർ പൈസ കൊടുത്ത് അവരെടുപ്പിച്ചുകൊണ്ട് ഇവിടെയൊക്കെ വേസ്റ്റ് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കൊണ്ടുവന്ന് വീട്ടിലെത്തി. ഇവിടുത്തെ ചൂടൊരു രക്ഷയില്ല. ഒന്ന് കയറിയപ്പം തന്നെ എന്തൊരു സമാധാനം. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ വിചാരിച്ചു ഇന്ന് കൊഞ്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊഞ്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇവിടുത്തെ ചൂട് കാരണം ഒരുമാതിരിയായിട്ടാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. കരിവാളിച്ചു പോകും, അതുപോലത്തെ ഒരു ചൂടാണ്. അതിനുവേണ്ടി സവാള, തക്കാളി, നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ച് അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത്. ഒത്തിരി നാൾ കൊണ്ടാണ് കൊഞ്ച് കറി ഉണ്ടാക്കാൻ പോകുന്നത്. തീയിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു കൊഞ്ച് കറി. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു. പാനിൽ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റി, പച്ചമുളക് കൂടെ ഒന്ന് വഴറ്റി കടുകൊക്കെ ഇട്ട്, കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ഇട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ കൊഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ ചെന്നൈയിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിപ്പം ചെന്നൈയിലാണ് ഉള്ളത്. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ സവാളയൊക്കെ ഒന്നിട്ട് അതൊന്ന് ഉപ്പിടുമ്പം പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടുമല്ലോ, ഒത്തിരി സമയം എടുക്കത്തില്ല. അല്ലെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ വഴട്ടി വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ സിമ്പിൾ ആയിട്ടാണ് ഇത് കൊഞ്ച് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കൊഞ്ച് കറി. തേങ്ങാപ്പാലൊക്കെ ഇട്ട് ഒഴിക്കുമ്പോൾ കുഞ്ഞിയാണെങ്കിലും അതിൻ്റെ കറി കഴിച്ചോളും. കൊഞ്ച് വലിയതായിട്ട് പുള്ളി കഴിച്ചില്ല. ആൾക്ക് നേരത്തെയൊക്കെ വറുത്ത് കൊടുക്കുമ്പം തിന്നുമായിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി ഒന്നും കൊടുക്കത്തില്ല, ചിലപ്പോൾ ദഹിച്ചില്ലേലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുക്കത്തില്ല. കുഞ്ഞിന് മീനിൻ്റെ കറിക്കകത്ത് വെച്ച മീനൊന്നും ഇഷ്ടമല്ല. വറുത്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ പുള്ളി കഴിച്ചോളും. പിന്നെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ചോറൊക്കെ കഴിച്ചോളും, കുഴപ്പമില്ല. വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. പിന്നെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഇച്ചിരി പാടാണ് പുള്ളിക്ക്. പിന്നെ തീയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടമൊക്കെ അതിൻ്റെ ഗ്രേവിയൊക്കെ കഴിച്ചോളും. അപ്പോൾ ഇച്ചിരി മസാലയൊക്കെ ആയിട്ട് എരിവൊക്കെ കുറച്ച് വെച്ചിരുന്നാൽ പുള്ളിക്ക് ഇഷ്ടമാണ് അതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ് വഴറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടൊന്ന് അടച്ച് വെച്ചാൽ അത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. അപ്പം ഞാൻ ഈ കൊഞ്ച് ഒന്ന് ക്ലീൻ ചെയ്ത് പൊളിച്ച് തന്നതേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ അകത്തെ ഒരു ബ്ലാക്ക് കളറോ ഗ്രീൻ കളറോ ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്നും കട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വന്ന് കട്ട് ചെയ്തിട്ട് കൊഞ്ചൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. അതാകുമ്പോൾ പെട്ടെന്ന് രണ്ടും കൂടെ ഒന്ന് വെന്ത് കിട്ടുമല്ലോ. പിന്നെ ആവശ്യത്തിന് വേണ്ട അതിൻ്റെ മസാലകളെല്ലാം ആഡ് ചെയ്തു. ഞാൻ ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാലയും കൂടാണ് ആഡ് ചെയ്യുന്നത്. ഇത്രയൊന്ന് ഇട്ട് അതൊന്ന് പിടിച്ചതിന് ശേഷമാണ് ഞാൻ കുറച്ച് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാര്യമായിട്ടുള്ള ഒരു ഒഴിച്ച് കൊടുപ്പൊന്നുമില്ല. ഇപ്പോൾ ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചപ്പോൾ നല്ലപോലെ അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെൻറ്റിനാണ് ഇവിടെ താമസിക്കുന്നത്. തൊട്ടപ്പുറത്തെല്ലാം നമുക്ക് എല്ലാ കടകളും മീനാണെങ്കിലും ചിക്കനാണെങ്കിലും എല്ലാം. അപ്പം ഞാൻ കൂടുതലും സെപ്റ്റോയാണ്
ചെയ്യുന്നത്, പച്ചക്കറിയുമൊക്കെ. പിന്നെ ചിലപ്പോഴൊക്കെ പുറത്തിറങ്ങിപ്പോയി മേടിക്കും. എപ്പോഴും അകത്തിരിക്കുമ്പോൾ നമുക്കൊരു ബോറാവുമല്ലോ. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അപ്പം ഞാൻ കുറച്ച് ഉപ്പൂടിട്ട് ഒന്ന് കൊടുത്തിട്ട് ഒന്ന് നോക്കുകയാണ് ടേസ്റ്റ്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായല്ലോ ഇങ്ങോട്ട് മാറിയിട്ട്. നേരത്തെ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ ആയിരുന്നു, ഇടയ്ക്ക് നാട്ടിൽ കുറേ നാൾ നിന്നു. അപ്പം ഞാൻ ഈ കൊഞ്ച് തീയൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചെടുത്തൊന്ന് മാറ്റി വെച്ചു. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് വറക്കാൻ. ഇവിടെ എല്ലാവർക്കും വറക്കുന്ന ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് എരിവൊക്കെ കുറച്ച് വെച്ചിട്ട് ഉപ്പും മുളക്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം കുഞ്ഞ് എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഓരോ ആവശ്യങ്ങളൊക്കെ പറയുകയാണ്. പുള്ളി കത്രികയാണ് ചോദിക്കാൻ. നമ്മൾ സിസേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് കറിയെ. അപ്പോൾ ഒരു കുറുകലും വേണം, എന്നാൽ ഒരു ഗ്രേവിയും വേണം. അതാണ് ചേട്ടനാണ് നല്ലപോലെ കറിയൊക്കെ ഒഴിച്ച് കൂട്ടുന്ന ടൈപ്പാണ്. ഒഴിക്കാൻ എന്തെങ്കിലും കറി വേണം. എനിക്കങ്ങനെ ഒഴിക്കാനുള്ള കറി ഇല്ലെങ്കിലും എന്തെങ്കിലും നോണോ പിന്നെ അല്ലെങ്കിൽ ഒരു മെഴുക്കുവരട്ടിയോ തോരനോ മാത്രം ഉള്ളെങ്കിൽ ഞാൻ കഴിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഊണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.